പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കരുതപ്പെടുന്ന ആ 3 ഭീകരരുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഒരുപാട് വസ്തുതകളിലേക്കും ഈ ചിത്രങ്ങൾ ഒളി വീശുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിലൊന്ന് ആരാണ് ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ സംഘടന? എന്താണ് പാകിസ്ഥാനുമായി ഇവർക്കുള്ള ബന്ധം? കേന്ദ്ര ഏജൻസികൾ പാകിസ്ഥാനുമായി ഇവർക്ക് ബന്ധമുണ്ട്. പ്രധാനമായിട്ടും പാക് ചാര സംഘടനയായിട്ടുള്ള ISIയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ലാതെ തന്നെ അവർ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇത് പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ആരാണ് ഇവർക്ക് സഹായം നൽകിയത്? കശ്മീരിൽ നിന്ന് ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവർ അകത്തേക്ക് വന്നത്? എന്താണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനമായും ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ലഷ്കർ ഇ ത്വയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളെ വെള്ളപൂശുന്ന സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ, അതിന് കയ്യടി കിട്ടുമ്പോൾ, അതിന് ഫണ്ട് വരുമ്പോൾ, ലഷ്കർ ഇ ത്വയ്ബയെ വെളുപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ ലഷ്കർ ഇ ത്വയ്ബ എന്താണ് എന്നിവിടെയുള്ള ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഹിന്ദുക്കളെ കൊന്നൊടുക്കുക, ഇതര മതസ്ഥരെ കൊന്നൊടുക്കുക, കാഫിറുകളായിട്ടുള്ള ആൾക്കാരെ വസ്ത്രമൂരി നോക്കിയ ശേഷം വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് അവർ അവലംബിച്ച മാർഗം. അത് തന്നെയാണ് കശ്മീരിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 28 വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ചവർ 28 പേരും അവർ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഐഡന്റിറ്റി കാർഡ് വാങ്ങിച്ചു നോക്കി ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ പുരുഷന്മാർക്ക് നേരെ നിറയൊഴിച്ചു. എനിക്ക് നേരെ കൂടെ നിറയൊഴിക്കൂ എന്ന് പറഞ്ഞ അവരുടെ സ്വന്തം പ്രിയ പത്നിമാർക്ക് നേരെ ഈ ഭീകരന്മാർ അലറിയത് പോയി നിന്റെ നരേന്ദ്രമോദിയോട് പറയണം, ഇതാണ് ഇവിടെ നടന്നത് എന്നാണ്. ഇതാണ് ദൃക്സാക്ഷി വിവരണം. എന്താണ് ഈ സംഘടന എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ദൃക്സാക്ഷി വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആസിഫ് ഫൗജി, സുലൈമാൻ സാഹ, അബു തൽഹ എന്നിവരാണ് ഈ തീവ്രവാദികൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇത് തീവ്രവാദികളല്ല, ഇത് ജൂതന്മാരാണ്, ഇത് സംഘപരിവാറുകാരാണ് എന്ന് പറഞ്ഞ് ഒരു പറ്റം ഈ തീവ്രവാദികളെക്കാട്ടിലും വലിയ വിഷം പേറുന്ന, തലയിൽ മതം പേറുന്ന ഒരു പറ്റം ആൾക്കാർ നമുക്കിടയിലും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവരിപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിഷം വമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭീകരാക്രമണം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ അത് ഈ വിഭാഗത്തിനെതിരെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഭാഗത്തിനെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ പോലീസ് പറയുന്നത് എന്താണ്? കേരളത്തിലെ പോലീസ് പറയുന്നത് എന്താണ്? നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇവർക്കെതിരെ ഒരു വാക്ക് പറയുന്ന ആൾക്കാർക്ക് നേരെ ഇവിടെയുള്ള കേരള പോലീസ് വലിയ രീതിയിലുള്ള കേസുകൾ എടുക്കുമെന്നാണ് കേരള പോലീസ് പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, പാലായിൽ ഒരു വൈദികനെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയ സംഭവം. ആ വണ്ടി ഇടിച്ച് വീഴ്ത്തിയ സംഭവം വലിയ വിഷയമായി ഉയർന്നു വന്നപ്പോൾ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ കേരളത്തിലെ പോലീസ് നിർത്തിവെച്ചു. ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അവന് നേരെ വലിയ രീതിയിൽ കേസെടുക്കുമെന്ന് പറഞ്ഞു. ഗുരുവായൂരിൽ ഗുഹ്യരോമം തുളസിത്തറയിലിട്ട ഒരു മനോരോഗി എന്ന് പറയുന്ന ഒരു വലിയ മതമൗലികവാദിക്ക് നേരെ ഇവിടെയുള്ള സോഷ്യൽ മീഡിയ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ കേരള പോലീസ് പറഞ്ഞു പ്രതികരിക്കുന്നവന്റെ നാക്ക് പിഴുതെടുക്കുമെന്ന്. ഇതേ കേരള പോലീസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സുഡാപ്പികളുടെ സന്തോഷം കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് തന്നെയായിരുന്നാലും ആരാണ് ഈ തീവ്രവാദികൾ? തീവ്രവാദത്തിന് മതമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ വീണ്ടും ഉയർന്നു വരികയാണ്. തീവ്രവാദത്തിന് മതമില്ല എന്ന് നിങ്ങൾ എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും അതിന്റെ മതം ഏതാണ് എന്ന് വളരെ സ്പഷ്ടമായി ഏതൊരു സാധാരണക്കാരനും തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ആരാണ് TRF എന്ന് നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഈ TRF റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആരാണിവർ? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ FATF നടപടികൾ ഒഴിവാക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബയുടെ വളർന്നു വരുന്ന ആധിപത്യം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൊലപാതകങ്ങൾ പോലുള്ള നിരവധി കേസുകളിൽ TRF ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇവർ സജീവമാണ്. കശ്മീർ ഇവർ നിരന്തരം നിരീക്ഷിച്ചു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളത്? BJP നേതാക്കൾ, സൈനികർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളാണ് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സൈഫുള്ള ഖാലിദ്. ആരാണ് ഈ സൈഫുള്ള ഖാലിദ്? ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിൽ പേരുകൾ ചോദിച്ചതിന് ശേഷം ആൾക്കാരെ വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നിലെ സൂത്രധാരനാണ് ഇയാൾ. ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദാണ് ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അയാൾക്ക് ഹാഫിസ് സെയ്ദുമായി ബന്ധമുണ്ട്. സൈഫുള്ളയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു. പാകിസ്ഥാൻ സൈന്യവുമായി അയാൾക്ക് നല്ല ബന്ധമുണ്ട്. കൂടാതെ അയാൾ പാകിസ്ഥാനിൽ ജിഹാദി പ്രസ്ഥാനങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം
തന്നെ പുറത്തു വരുന്നു. പ്രധാനമായും യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് തന്റെ സംഘടനയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആരാണ് ഇവരുടെ ശത്രുക്കൾ? ഹിന്ദുക്കളാണ് ഇവരുടെ ശത്രുക്കൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. സൈഫുള്ള ഖാലിദിന് പാകിസ്ഥാനിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പാകിസ്ഥാനിൽ ജിഹാദി പ്രസംഗങ്ങൾ നടത്തി അവിടെ പൗരന്മാരെയും സൈന്യത്തെയും ഇളക്കിവിടാനാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. അവർ യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദികളാക്കാൻ നിർബന്ധിക്കുന്നു. 2 മാസം മുമ്പ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കങ്കൻപൂരിൽ സൈഫുള്ള ഒരു ജിഹാദി പ്രസംഗം നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ആക്രമണത്തിന് മുമ്പ്, അതായത് കശ്മീരിലെ ആക്രമണത്തിന് മുമ്പ് തീവ്രവാദികൾ കശ്മീരിൽ നിരീക്ഷണം നടത്തിയിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ലാത്ത സമയത്ത് നോക്കി തന്നെ വേണം അടിക്കാൻ എന്നായിരുന്നു ഈ കശ്മീർ ഭീകരവാദികളുടെ വലിയ രീതിയിലുള്ള ആഹ്വാനമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിന് മുമ്പ് തീവ്രവാദികൾ പ്രാദേശിക കശ്മീരി തീവ്രവാദികളുമായും ഭൂഗർഭ തൊഴിലാളികളുമായും സഹകരിച്ച് പ്രദേശത്ത് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. കൂടാതെ പ്രദേശത്ത് സുരക്ഷാ സേനയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നതിനാണ് ആക്രമികൾ ബസ്റാൻ തിരഞ്ഞെടുത്തത്. കൂടാതെ ഒരു ആക്രമണത്തിന് ശേഷവും രക്ഷാപ്രവർത്തനത്തിന് എത്ര സമയമെടുക്കും എന്നുള്ളത് പോലും ഇവർ കണക്കുകൂട്ടിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ബോഡി ക്യാമുകൾ ധരിച്ചെത്തി വെടികൊണ്ട് വീഴുന്ന ഓരോ ആൾക്കാരുടെയും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് ഇവർ പോയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തുന്നത്. ആക്രമികൾ ആക്രമണം മുഴുവൻ വീഡിയോയിൽ പകർത്തി 3 ഭീകരരും പുരുഷന്മാരെയും സ്ത്രീകളും വേർപെടുത്തിയതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ആളുകളെ തല്ലിക്കൊന്നു. ചിലരെ ദൂരെ നിന്നാണ് വെടിവെച്ചതെങ്കിൽ മറ്റു ചിലരെ അടുത്തു വന്ന് നിന്ന് മതം ചോദിച്ച് വസ്ത്രം ഉരിഞ്ഞു നോക്കിയാണ് വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.